കാരണം എനിക്കത്ര വർക്കായില്ല. മൂന്നെണ്ണത്തിൽ അത്രേ ഉള്ളു, എനിക്കത്ര വർക്കായില്ല. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്. ദൃശ്യം ഫസ്റ്റ് സെക്കൻഡിനേക്കാളും നല്ലതാണോ? ആ ആണ്. സെക്കൻഡിനേക്കാളും ഫസ്റ്റിനേക്കാളും നല്ല ഓക്കെ. പ്രതീക്ഷയൊക്കെ പോലെ തന്നെ എങ്ങനെ 1 ഉം 2 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ എങ്ങനെയുണ്ട്? 3 വിഷയം തന്നെ. ആബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറയില്ലേ, 10 വർഷം സെറ്റ് ഉണ്ടായിരുന്നു. ബ്ലോക്ക് ബസ്റ്റർ ആവുന്ന ഉറപ്പാണോ? ഉറപ്പാണ്, 100%. പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാലിട്ട് തൂക്കിന്നൊക്കെ പറഞ്ഞ കൈ റെക്കോർഡൊക്കെ പൊട്ടിച്ചിടണം. തീരണില്ല വെള്ളത്തിൽ ചരിത്രമാരാണ്. ആണല്ലേ? ധൈര്യം ടിക്കറ്റ് എടുത്തു അടിപൊളി പടം. ഒന്നും നോക്കാം. ബ്രോ പടം എങ്ങനെ ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബ്രോ പടം എങ്ങനെയാണ്? ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ നല്ല പടം, നല്ല പടം. 100 കോടി 200 കോടി വാഴനെ കൊട്ടും. എന്റെ സെക്കൻഡിൽ അത്ര എത്തിയില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് കൂടുതലും സസ്പെൻസ് ആ ഒരു എലമെന്റ്സ് ആണ് കൂടുതലും ഇത് ചെയ്തത്. പക്ഷെ ഇത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ജിത്തോസം ഒരു കാര്യം പറഞ്ഞിരുന്നു. ജോർജ് കുട്ടി ഒരു ക്യാരക്ടർ ആർക്കിലൂടെയാണ് കടന്നു പോകുന്നത്, ഇമോഷണൽ കണക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു ക്യാരക്ടർ ഇത്ര വർഷത്തിനുള്ളിൽ എങ്ങനെ മാറും എന്നാണ് അത് കാണിച്ചേക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ജോർജ് കുട്ടി എന്ന ക്യാരക്ടറിന്റെ മാറ്റം, അത് ഒരു മനുഷ്യസഹജമായ മാറ്റം, അത് ആ പോർട്രേ ചെയ്ത് വെച്ചേക്കുന്ന രീതി, ക്ലൈമാക്സിൽ അത് നല്ലോണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഒരു മനുഷ്യൻ എങ്ങനെ മാറും എന്നുള്ളത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ഷനൊക്കെ ഒന്നും പറയാനില്ല. ജിത്തു ജോസഫ് റീസെന്റ് ആയിട്ടുള്ള പടങ്ങളെല്ലാം മോശം അറിയാലോ. പക്ഷെ വെൻ ഇറ്റ്സ് കം ടു മോഹൻലാൽ അതുപോലെയാണ് ഇത്. ജിത്തു ജോസഫ് മോഹൻലാൽ എങ്ങനെ ചെയ്യുന്ന വിശ്വാസം അറിയാം. അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ മ്യൂസിക് ഈ 2 സിനിമകളെക്കാളും കുറച്ചുകൂടെ ഇത് വെച്ചിട്ട് ഇതിനകത്ത് കുറച്ചുകൂടെ ത്രില്ലിംഗ് മൊമെന്റ്സ് കൂടുതലായിട്ട് അറിയിട്ടുണ്ട്. മറ്റേ ഈ മ്യൂസിക്കിനോട് തന്നെ ത്രില്ലിംഗ് ആയ മ്യൂസിക് കുറേ വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ത്രില്ലിംഗ് മൊമെന്റ്സ് തോന്നാൻ വേണ്ടി. ബാക്കി 2 സിനിമകളെക്കാളും ഇമോഷണേക്കാൾ കൂടുതൽ ത്രില്ലിംഗ്സ്, ഇത് കൂടുതലും നടന്നു പോകുന്ന ആ പുള്ളിയുടെ ഇമോഷൻസിലൂടെ തന്നെയാണ്. അത് സൂപ്പറായിട്ട് പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. മേക്കിംഗ് സെക്കൻഡ് പോലെ തന്നെ, അതുപോലെ തന്നെ അതേ ഉള്ളൂ. പിന്നെ ഒട്ടും മോശം ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് മ്യൂസിക് പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അഭിനേതാക്കളുടെ രീതി, അത് ലാലേട്ടാണ്. സത്യം പറഞ്ഞ ലാലേട്ടാണ് എല്ലാം ചെയ്യാനുള്ളത്. പുള്ളി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളല്ലേ അവസാനം എൻഡിങ് ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്ത രീതി അത് അടിപൊളിയായിരുന്നു. അത് അതിന്റെ ഇത് സ്ക്രിപ്റ്റ് എടുത്ത് പറയേണ്ട കാര്യം, അത് ചെയ്ത് വെച്ച രീതി അടിപൊളിയായിരുന്നു. നല്ല ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ദൃശ്യന്റെ അത് കഴിയുമ്പോൾ ഒരു അതുണ്ടല്ലോ, ആ ഒരു അതിനാല് റഷ്യ അത്രയും തോന്നിയില്ല. എന്നാലും സൂപ്പറാണോ, എന്നാലും നല്ല ഫാമിലി ആൾക്കാർക്ക് എന്തായാലും കയ്യിൽ എടുക്കാൻ പറ്റിയ സാധനം ചെയ്ത് വെച്ചിട്ട് ഇമോഷണൽ സൈഡ് തന്നെയാണ്. അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അതിങ്ങനെ പടം പോയി കണ്ടാൽ ഫുൾ ട്വിസ്റ്റ് ആണ്. ആസ് എക്സ്പെക്ടഡ്. മേ ബി വരാം, അറിയില്ല. അടിപൊളി, വണ്ണ് വെച്ച് അല്ല, വണ്ണിന്റെ ഒരു പൊടിക്ക് എത്തിയില്ലെങ്കിലും 2-നേക്കാളും എന്തുകൊണ്ട് ബെസ്റ്റ് ആണ്. എനിക്ക് ദൃശ്യം പിന്നെ ദൃശ്യം 3 അതുപോലെ ദൃശ്യം 2 എനിക്ക് അങ്ങനെയാണ് ഒരു ഫ്രാഞ്ചൈസിൽ എനിക്ക് ഏറ്റവും ഗംഭീരം ദൃശ്യം തന്നെയാണ്. അത് കഴിഞ്ഞാൽ ദൃശ്യം 3 എടുത്തു പറയാം. 2-നേക്കാളും എന്തുകൊണ്ടും മികച്ച സിനിമ തന്നെയാണ്. കാരണം ലാസ്റ്റ് ഒക്കെ ഇതിപ്പോ നല്ലൊരു കിടിലം പഞ്ചോടെ അവസാനിച്ചത്. ഇത് 2ാം ഭാഗത്തേക്കാളും കൂടുതലും കിടിലം പഞ്ച് കൈയടിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു രീതിയിൽ സിനിമ അവസാനിപ്പിച്ചു. ഗംഭീരമായിരുന്നു. ഒരു നല്ല ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിലാണ് ലാലേട്ടന്റെ ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോയത്. ഇമോഷണലിയും അതുപോലെ വളരെ ത്രില്ലിംഗ് ആയ രീതിയിൽ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ലാലേട്ടൻ എന്തായാലും മിന്നിച്ചെന്ന് പറയാം. ലാലേട്ടനെ മാറ്റി നിർത്തിയ ബാക്കിയുള്ള മീന ഇവരുടെയൊക്കെ പെർഫോമൻസ് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ മുരളി ഗോപി അതുപോലെ സിദ്ദിഖ്, പിന്നെ കൂടുതൽ മറ്റു പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആവും. നിങ്ങൾ എന്തായാലും ഇടവ് കാണണം. കഥപരമായാണ് പോണത്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ലാലേട്ടൻ നന്നായിട്ട് തന്നെ അഭിനയിച്ചത്. ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ സസ്പെൻസും ഇതും 1 ഉം 2 ഉം വെച്ചപ്പോ കമ്പാരിറ്റീവ്ലി കുറവാ. എങ്ങനെയുണ്ടായിരുന്നു? കാരണം എനിക്കത്ര വർക്കായില്ല. മൂന്നെണ്ണത്തിൽ അത്രേ ഉള്ളു, എനിക്കത്ര വർക്കായില്ല. ബാക്കി ചിലവർക്ക് വർക്കായിട്ടുണ്ടാവും. പെർഫോമൻസ് ആണ്, എന്താ വർക്കായില്ല? എല്ലാം കൊണ്ടും എനിക്ക് വർക്കായില്ല. ഇല്ല, ഈ മേക്കിംഗ് ക്വാളിറ്റി എങ്ങനെയാണ്? സെക്കൻഡ് സിനിമ നമ്മൾ കണ്ട പറയാം ഭയങ്കര ഷോ ആയിരുന്നു. അതേപോലെ തന്നെ വലിയ വ്യത്യാസങ്ങളോ കാലം മാറിയതിന്റെ വലിയ ഗുണങ്ങളോ പടത്തിൽ കാണാനില്ല. ഡിസപ്പോയിന്റഡ് ആണല്ലേ? യെസ്, ഞാൻ ഡിസപ്പോയിന്റഡ്.